ഹായ് എവറി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ BTSൻ്റെ സ്കൂൾ ലവ് അഫെയർ ആൽബത്തിലെ 3rd ട്രാക്കായ സ്കിറ്റ് സോൾമേറ്റിനെ കുറിച്ചാണ്. ഈ ഒരു ആൽബത്തിലെ മുമ്പത്തെ 2 ട്രാക്കിനെ പറ്റി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതും കൂടെ കാണണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. BTSൻ്റെ ആൽബങ്ങളിൽ നമുക്ക് സ്കിറ്റ് കാണാൻ പറ്റും. സ്കിറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കോൺവെർസേഷനാണ്, മെമ്പേഴ്സ് തമ്മിലുള്ള കോൺവെർസേഷനാണ് സ്കിറ്റ് എന്ന് പറയുന്നത്. ഇതിന് മുമ്പുള്ള ആൽബംസിലെ ടു കൂൾ ഫോർ സ്കൂൾ, അതുപോലെ തന്നെ ORU Late ടുവിലെ സ്കിറ്റ് ഒരു സ്ക്രിപ്റ്റ് ബേസ്ഡ് ഉള്ള കോൺവെർസേഷൻ ആയിരുന്നു. എന്നാൽ ഈ ഒരു സ്കിറ്റിൻ്റെ, ഈ ആൽബത്തിലെ സ്കിറ്റ് സോൾമേറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ക്യാൻഡിഡ് ആയിട്ടുള്ള കോൺവെർസേഷൻ, മെമ്പേഴ്സ് തമ്മിലുള്ള ക്യാൻഡിഡ് കോൺവെർസേഷനെ അതേപോലെ തന്നെ സ്കിറ്റായിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. അത് ഈ ഒരു സ്കിറ്റിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഈ സ്കിറ്റിൽ നമുക്ക് മെമ്പേഴ്സ് തമ്മിലിരുന്ന് സംസാരിക്കുകയാണ്. സ്കിറ്റിന് സ്ക്രിപ്റ്റ് ഒന്നുമില്ല. അതിന് മുമ്പ് അവരങ്ങ് നോർമലി സംസാരിക്കുന്നതെല്ലാം എടുത്ത് അവർ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു സ്കിറ്റിൽ നമുക്ക് ഒരുപാട് ചിരിക്കാനൊക്കെ ഉണ്ട്, നല്ല കോമഡിയൊക്കെയാണ്. അതുപോലെ തന്നെ അവരുടെ ഒരു ഹ്യൂമറും അവരുടെ ഒരു ചെറിയൊരു കൺഫ്യൂഷനും, എന്താണ് സ്കിറ്റായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ നമുക്ക് ഈ ഒരു സ്കിറ്റിൽ കേൾക്കാൻ സാധിക്കും. മെമ്പേഴ്സ് ഇവിടെ എന്താണ് സ്കിറ്റിൽ വേണ്ടത് എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വളരെ രസകരമായി നമുക്കത് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് അവരുടെ നാച്ചുറൽ കെമിസ്ട്രി, അവർ തമ്മിലുള്ള ആ ട്രസ്റ്റ്, ഫ്രണ്ട്ഷിപ്പ്, അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം, ആത്മബന്ധമൊക്കെ നമുക്കിവിടെ ഈ ഒരു സ്കിറ്റിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ സ്കിറ്റൊന്ന് കേട്ട് നോക്കുക. അപ്പോൾ അതിലെ കോൺവെർസേഷൻ നമുക്ക് മനസ്സിലാവും. അവരുടെ ആ നാച്ചുറലായിട്ടുള്ള ആ ഒരു സംസാരമാണ് അതിൽ. അപ്പോൾ അത് അതേപടി തന്നെ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. നല്ല രസമാണത് കേൾക്കാൻ. അപ്പോൾ സ്കിറ്റിൻ്റെ തുടക്കത്തിൽ റെക്കോർഡിങ്ങിൻ്റെ ലൈറ്റ് റെഡ് ആകുമ്പോൾ നെർവസ്നെസ്സിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുകയാണ് മെമ്പേഴ്സ്. അതുപോലെ തന്നെ ജയഹോപ്പ് തമാശ പറയുന്നുണ്ട്. ജയഹോപ്പിനെ ആർഎമ്മിനെ കടിക്കണമെന്ന് തമാശ പറയുന്നുണ്ട്, ബൈറ്റ് ചെയ്യണമെന്ന് തമാശ പറയുന്നുണ്ട്. അപ്പോൾ ശുഗ ജോക്കായിട്ട് ഇങ്ങനെ ജയഹോപ്പിനെ ഭീഷണിപ്പെടുത്തിയിട്ട് പറയും, ഗ്രൂപ്പിൽ ഇനി 7 പേര് മാറ്റി 5 പേരെയൊക്കെ, അതായത് ജയഹോപ്പിനെ ഓടിക്കുമെന്ന്, അങ്ങനെയൊക്കെ ചുമ്മാ തമാശയൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെയുള്ള ഇവരുടെ മൊമെൻറ്റ്സൊക്കെ BTSൻ്റെ റിലാക്സ്ഡ് ആയിട്ടുള്ള, അവരുടെ അൺഫിൽറ്റേഡ് ആയിട്ടുള്ള ഈ ഒരു BTSനെ ഫാൻസിന് കാണാൻ വേണ്ടി അവർ സമ്മതിക്കുകയാണ് ഈ ഒരു സ്കിറ്റിലൂടെ. അവരെന്തൊക്കെയാണ് സംസാരിക്കുന്നത്, അവരുടെ നെർവസ്നെസ്, അതായത് അവരുടെ ആ ഒരു പേഴ്സണലായിട്ടുള്ള എല്ലാ മനുഷ്യർക്കും ഉള്ള പോലുള്ള നെർവസ്നെസ്സിനും എല്ലാം അവർ നോർമലി ഫാൻസിന് കാണാൻ വേണ്ടി അലോ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ രസകരമായ ഈ മൊമെൻറ്റ്സിനെ അവർ അതേപടി അവരുടെ ആൽബത്തിൽ ഉൾപ്പെടുത്തുകയാണ് ഉണ്ടായത്.